ലോകത്തിലെ ഏറ്റവും മികച്ച ട്രേഡിംഗ് സ്ട്രാറ്റജി കയ്യിലുണ്ടായിട്ടും നിങ്ങൾ പലപ്പോഴും പണം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഏറ്റവും വലിയ എനിമി മാർക്കറ്റ് അല്ല, അത് നിങ്ങളുടെ സൈക്കോളജിയാണ്. ഒരു വലിയ നഷ്ടത്തിന് ശേഷം ഒരു ട്രേഡ് കൂടി എടുക്കാമെന്ന് മന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് കൃത്യമായിട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോൾ പുറത്തു കിടക്കൂ എന്ന് അലറുന്ന ആ ഒരു ശബ്ദം നിങ്ങളുടെ തലയ്ക്കകത്ത് കൂടി പായുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എനിക്ക് ആ ശബ്ദത്തെ പേഴ്സണലായിട്ട് അറിയാം. വർഷങ്ങളോളം കൺസിസ്റ്റന്റ് ആയിരുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്നെ ഒരുപാട് വട്ടം പിന്നോട്ട് വലിച്ച ഏറ്റവും വലിയ ഘടകം അതായിരുന്നു. ഒരു ഭയത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും ഈഗോയുടെയും ഒക്കെ ഒരു ശബ്ദമാണത്. ആ ഒരു ശബ്ദം ഉറക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വീണ്ടും വരും. അതിനെ അനുവദിച്ചാൽ ഏത് മാർക്കറ്റ് തകർച്ചയെക്കാളും വേഗത്തിൽ അത് നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കും. എന്നാൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാലോ? എന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് തികഞ്ഞ ഡിസിപ്ലിനോടെ ട്രേഡ് ചെയ്യാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഉപയോഗിക്കുന്ന അതേ മെന്റൽ സ്ക്രിപ്റ്റ് വേർഡ് ഫോർ വേർഡ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. പ്രീ മാർക്കറ്റ് മെന്റൽ പ്രിപ്പറേഷന് വേണ്ടി എന്തൊക്കെ ചെയ്യണം? ഓരോ ട്രേഡിംഗ് ഡേയും ഒരു യഥാർത്ഥ പ്രൊഫഷണലിന്റെ എഡ്ജോടെ തുടങ്ങാനുള്ള താക്കോലും ഇത് തന്നെയാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഒരു നിമിഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. മാർക്കറ്റിൽ മിക്ക ട്രേഡേഴ്സും പരാജയപ്പെടുകയാണ്. 80 to 90% ട്രേഡേഴ്സിനും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ പല സ്റ്റഡീസും പറയുന്നത് അവർക്ക് നല്ലൊരു സ്ട്രാറ്റജി കണ്ടെത്താൻ കഴിയാത്ത കൊണ്ടല്ല, മറിച്ച് കാര്യങ്ങൾ പ്രഷറിലാകുമ്പോൾ, റിയൽ മണി ലൈനിലായിരിക്കുമ്പോൾ നമ്മളുടെ നല്ല ഉദ്ദേശങ്ങൾക്കൊപ്പമല്ല ഉയരുന്നത്, പകരം നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങിന്റെ ലെവലിലേക്ക് നമ്മൾ താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. മിക്ക ട്രേഡേഴ്സും അവരുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. വർഷങ്ങളോളം ഞാൻ തന്നെയായിരുന്നു എന്റെ ഏറ്റവും വലിയ ശത്രു. മണിക്കൂറുകളോളം അനലൈസ് ചെയ്തത് ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന ഒരു സെറ്റപ്പ് കണ്ടെത്തിയ ശേഷം മാർക്കറ്റ് തുറന്നയുടൻ ഞാൻ എന്റെ എല്ലാ നിയമങ്ങളും ലംഘിക്കുകയും അവസാനം നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയം കാരണം വീക്ക് എൻട്രികളിൽ ചാടിക്കേറി ഒരു ചെറിയ നഷ്ടം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്റ്റോപ്പ് ലോസ് താഴേക്ക് മാറ്റിവെച്ച് പിന്നീട് വളരെ വലിയ നഷ്ടം നേരിടേണ്ടി വന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് എന്നോട് എന്തോ ഒരു ദ്രോഹം ചെയ്തതുപോലെ എന്നിൽ നിന്ന് എടുത്ത പണം തിരിച്ചു പിടിക്കാൻ ഞാൻ റിവഞ്ച് ട്രേഡുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ തെറ്റുകളും ലോജിക് കൊണ്ടായിരുന്നില്ല, ഇമോഷൻസിന്റെ പുറത്ത് എടുത്തവയായിരുന്നു. ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നതോ അല്ലെങ്കിൽ ഡിസിപ്ലിനോടെ ഇരിക്കാൻ വളരെ ഹാർഡായിട്ട് ട്രൈ ചെയ്യുന്നതോ അല്ല എന്ന് തിരിച്ചറിയുന്നതാണ് ട്രേഡിംഗ് കരിയറിലെ ഏറ്റവും നല്ല ടേണിംഗ് പോയിന്റ്. നല്ല ട്രേഡിംഗ് എന്നത് നല്ല ഉദ്ദേശങ്ങൾ കൊണ്ട് ഒരു യുദ്ധം ജയിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്കൊരു സിസ്റ്റം ആവശ്യമാണ്. ഒരു പ്രോസസ്സ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യണം. നിങ്ങളുടെ ട്രേഡിംഗ് ഡേ തീരുമാനിക്കപ്പെടുന്നത് ഓപ്പണിംഗ് ബെല്ലിന് വളരെ മുമ്പാണ്, അല്ലാതെ മാർക്കറ്റിലെ കുഴപ്പങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ അതാണ് ഈ ഒരു മോർണിംഗ് സ്ക്രിപ്റ്റ്. ഇത് വെറും നല്ല വാക്കുകൾ പറയുന്നതിനെ കുറിച്ചല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു പ്രൊഫഷണൽ ചിന്താഗതി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെൽഫ് ക്വസ്റ്റ്യനിങ് ആണ്. ഒരു പ്രീ ഫ്ലൈറ്റ് ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഇതിനെ കണക്കാക്കാം. ഒരു സാധാരണ ഇമോഷണൽ അവസ്ഥയിൽ നിന്ന് അനലിറ്റിക്കലും ഫോക്കസ്ഡുമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായതുമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ല വഴിയാണിത്. എല്ലാ ദിവസവും രാവിലെ ഒരു മുടക്കവും ഇല്ലാതെ എന്നോട് തന്നെ നടത്തുന്ന 3 വ്യത്യസ്ത കമ്മ്യൂണിക്കേഷനുകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: എന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചാൽ മാർക്കറ്റിന്റെ റിയാലിറ്റി എന്താണ്? എന്റെ പേഴ്സണൽ ബയാസിനെയും ഈഗോയെയും അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ലക്ഷ്യം. മാർക്കറ്റ് ഒരിക്കലും തെറ്റാറില്ല, നമ്മുടെ അഭിപ്രായങ്ങളാണ് മിക്കപ്പോഴും തെറ്റുന്നത്. നിങ്ങളുടെ സ്ക്രീനിലെ പ്രൈസിന്റെ ചലനങ്ങളുമായിട്ട് തർക്കിക്കുന്നത് ഒരു പ്രത്യേകതരം ഭ്രാന്താണ്. ഇത് നിങ്ങളുടെ ഈഗോ യാഥാർത്ഥ്യത്തോട് പോരാടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഞാൻ ഒരു ഡിറ്റക്റ്റീവിനെ പോലെയാണ് ചിന്തിക്കുന്നത്. ഞാൻ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാറില്ല, ഞാൻ വസ്തുതകൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു മേജർ ഇൻഡെക്സുകൾ ചെക്ക് ചെയ്യും, ഓവർനെറ്റ് സെഷനിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കും. മാർക്കറ്റ് ഒരു ട്രെൻഡിലാണോ അതോ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ സ്റ്റക്ക് ആയിരിക്കുകയാണോ എന്ന് മനസ്സിലാക്കും. ഞാൻ ഇക്കണോമിക് കലണ്ടർ നോക്കും. CPI അല്ലെങ്കിൽ ഫെഡ് പ്രഖ്യാപനം പോലെയുള്ള ഏതെങ്കിലും പ്രധാന വാർത്തകൾ മാർക്കറ്റിലേക്ക് ഒരു വോളറ്റാലിറ്റി ബോംബ് എറിയാൻ സാധ്യതയുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കും. കഴിഞ്ഞ ദിവസത്തെ കീ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഞാൻ മാർക്ക് ചെയ്യും. ഒരു കമ്പനിയെ കുറിച്ചുള്ള സ്റ്റോറിയുമായിട്ട് ഇമോഷണൽ ആയിട്ട് അടുക്കുന്നത് ഇത് തടയുന്നു. എനിക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായിരിക്കും, പക്ഷെ ആ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് ക്ലിയർ വീക്ക്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ എന്നെ തീർച്ചയായിട്ടും നിർബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ചാർട്ട് എന്നോട് പറയുന്ന കഥയ്ക്ക് മാത്രമാണ് ആ ഒരു പ്രാധാന്യം ഉണ്ടാകുക. ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭാഷണം എന്റെ ദിവസം മുഴുവൻ രൂപപ്പെടുത്തുന്നു. മാർക്കറ്റ് വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു അപ്ട്രെൻഡിൽ ആണെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും ലോങ് സെറ്റപ്പുകൾക്കായിട്ട് നോക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ കയ്യിൽ പണവുമായിട്ട് വെറുതെ ഇരിക്കുന്നത് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു നിലപാടാണ്
എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മാർക്കറ്റിന്റെ നിലവിലെ സ്വഭാവത്തിനനുസരിച്ച് എന്നെ തന്നെ അലൈൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുക. ഇനി ആ രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷൻ എന്താണ്? റിസ്ക് മാനേജറാണത്. മാർക്കറ്റിനെ കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ ആണ് റിസ്ക് മാനേജറുമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ഓഡിറ്ററേക്കാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് റിസ്ക് മാനേജർ. പ്രോഫിറ്റിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. ഒരേ ഒരു ജോലി ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. അവർ ചോദിക്കുന്ന ചോദ്യം യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും അതീതമാണ്. ചോദ്യം ഇതാണ്: എവിടെ വെച്ചാണ് എന്റെ ട്രേഡ് ഐഡിയ ഇൻവാലിഡ് ആകുന്നത്? ഇന്നത്തെ എന്റെ മാക്സിമം ലോസ് എത്രയാണ്? ഈ ഒറ്റ ചോദ്യം അമച്ചർ ട്രേഡിംഗിന്റെ രീതിയെ തന്നെ തലകീഴായി മാറ്റും. മിക്ക ട്രേഡർമാരും ചോദിക്കുന്നത് ഇന്ന് എനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നതാണ്. പ്രൊഫഷണലുകൾ ചോദിക്കുന്നത് എന്റെ സ്ട്രാറ്റജി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ കാണാൻ എത്രത്തോളം റിസ്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങളുടെ ഒന്നാമത്തെ ജോലി പണം ഉണ്ടാക്കലല്ല, നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. മികച്ച റിസ്ക് മാനേജ്മെന്റിന്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്റെ പ്രോസസ്സ്. പ്രോഫിറ്റ് ടാർഗറ്റിനെ കുറിച്ച് ചിന്തിക്കും മുമ്പ് തന്നെ ട്രേഡ് ഐഡിയയ്ക്കും ഞാൻ എന്റെ എക്സിറ്റ് പോയിന്റും ഡിഫൈൻ ചെയ്യും. എന്റെ ഐഡിയ തെറ്റാണെന്ന് മാർക്കറ്റ് പറയുന്ന ആ ഒരു പ്രൈസ് ലെവൽ ഏതാണ്, അതാണ് എന്റെ സ്റ്റോപ്പ് ലോസ്. ട്രേഡിംഗിലെ ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെടുന്ന നിയമം ഇതാണ്. പക്ഷെ ഇത് മാനിക്കുന്നത് നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു ട്രേഡ് തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സൂയിസൈഡ് ആണ്. അടുത്തായിട്ട് അത്ര തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡെയിലി മാക്സിമം ലോസ് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് എന്റെ സർക്യൂട്ട് ബ്രേക്കർ. ഇത് സാധാരണയായിട്ട് എന്റെ അക്കൗണ്ടിന്റെ ഒരു നിശ്ചിത ശതമാനമാണ്. 1% അല്ലെങ്കിൽ 2% പോലെ നഷ്ടങ്ങൾ ആ പരിധിയിലെത്തിയാൽ ഞാൻ നിർത്തും. ആ ദിവസത്തേക്ക് ഞാൻ പുറത്തു പോകും. ഏതൊരു ട്രേഡർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശം തെറ്റ് തടയുന്ന ഒരു സിസ്റ്റമാണിത്. തീർച്ചയായിട്ടും റിവെഞ്ച് ട്രേഡിംഗിനെ തടഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നഷ്ടങ്ങളെ ഒരു വ്യക്തിപരമായിട്ടുള്ള പരാജയമായിട്ട് കാണാതെ നമ്മളുടെ ആ ഒരു എഡ്യൂക്കേഷന് വേണ്ടി ട്യൂഷൻ ഫീസ് പോലെ അല്ലെങ്കിൽ ഒരു മോശം ദിവസത്തെ ട്രേഡിംഗ് ഐഡിയ മാത്രമായിട്ട് കണക്കാക്കി നമ്മൾ ആ ഒരു ട്രേഡിൽ നിന്ന് പുറത്തു കിടക്കുകയാണ് ഏറ്റവും നല്ലത്. എന്റെ ക്യാപിറ്റൽ എന്റെ ഏറ്റവും നല്ല വെപ്പണാണ്. അടുത്ത ദിവസം എനിക്ക് പോരാടണമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഈ വെപ്പൺ എന്റെ കയ്യിലുണ്ടാവണം. ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് റിസ്ക് മാനേജറുടെ ജോലി. ഇനി മൂന്നാമത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭാഷണം എന്താണ്? എക്സിക്യൂട്ടർ ആണത്. മുമ്പ് പറഞ്ഞതുപോലെ ഓഡിറ്റിൽ നിന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് കാഴ്ചപ്പാടും റിസ്ക് മാനേജറിൽ നിന്ന് കർശനമായിട്ടുള്ള റിസ്ക് നിയമങ്ങളും ലഭിക്കുകയുണ്ടായി. അവസാനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടറുമായിട്ടാണ്. ഒരേ ഒരു ചിന്ത, കുറ്റമറ്റ പ്രവർത്തനമാണ്. ചോദ്യം ഇതാണ്: ട്രേഡിന്റെ ഔട്ട്കം എന്ത് തന്നെ ആയാലും ഒരു ഇമോഷനും വഴി കൊടുക്കാതെ എന്റെ പ്ലാൻ അതേപടി എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നുണ്ടോ? ഔട്ട്കമ്മിൽ നിന്ന് പൂർണ്ണമായിട്ടും ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ് ഇവിടുത്തെ കോൾ. ഏതെങ്കിലും ഒരു ട്രേഡിൽ ശരിയാവുക എന്നതല്ല നിങ്ങളുടെ ജോലി. മുൻകൂട്ടി നിർവചിച്ചതും ഒരു പോസിറ്റീവ് എഡ്ജ് ഉള്ളതുമായിട്ടുള്ള നിങ്ങളുടെ സ്ട്രാറ്റജി ഒരുപാട് ട്രേഡുകളിൽ തെറ്റില്ലാതെ എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ജോലി. മാർക്കറ്റ് റിവാർഡ് ചെയ്യുന്നത് ഡിസിപ്ലിനെയാണ്, ഒരിക്കലും ഭാഗ്യത്തെയല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിബദ്ധത ഉറക്കെ പറയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഞാൻ എന്റെ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പുകൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കും. ഫോമോ കാരണം ഞാൻ ട്രേഡുകളുടെ പിന്നാലെ പോകില്ല. ഒരു മടിയും കൂടാതെ ഞാൻ എന്റെ സെറ്റപ്പുകളെ മാനിക്കും. ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ച ടാർഗറ്റുകളിൽ ലാഭം എടുക്കും. തെറ്റുപറ്റുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസിന്റെ ഭാഗമാണ് എന്ന് ഞാൻ അംഗീകരിക്കും. തീർച്ചയായിട്ടും ഇതെന്റെ അവസാനത്തെ ഇമോഷണൽ ചെക്ക് കൂടിയാണ്. ഇമോഷണൽ തെർമോമീറ്റർ പരിശോധിക്കാൻ ഈ നിമിഷം ഉപയോഗിക്കുന്നു. വലിയ വിജയങ്ങൾക്ക് ശേഷം അല്പം ഓവർ കോൺഫിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസം അലംഭാവത്തിലേക്കും നിയമലംഘനങ്ങളിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട്. തുടർച്ചയായിട്ടുള്ള നഷ്ടങ്ങൾക്ക് ശേഷം ഭയം വരാറുണ്ട്. ഭയം നല്ല സെറ്റപ്പുകളിൽ നിന്ന് മടിച്ചു നിൽക്കാൻ ഇടയാക്കും. ഞാൻ എന്റെ പ്രോസസ് എത്ര നന്നായിട്ട് ഫോളോ ചെയ്തു എന്നതിനെ ആശ്രയിച്ചായിരിക്കും എന്റെ ഔട്ട്പുട്ടിനെ വിലയിരുത്തുക. ഞാൻ ഓഡിറ്ററെ ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ ഞാൻ റിസ്ക് മാനേജറെ അനുസരിച്ചോ അല്ലെങ്കിൽ എക്സിക്യൂട്ടറുടെ ഡിസിപ്ലിനോടെ പ്രവർത്തിച്ചോ? ഉത്തരം അതെ എന്നാണെങ്കിൽ ആ ദിവസം ഒരു വിജയമായിരുന്നു. ഞാൻ പ്രോഫിറ്റ് എടുത്താലും ലോസ് ആയാലും തീർച്ചയായിട്ടും അതൊരു വിജയമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. കാരണം ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു മികച്ച പ്രോസസ്സിന്റെ സ്ഥിരമായിട്ടുള്ള നിർവഹണം മാത്രമാണ് സ്ഥിരമായിട്ടുള്ള ലാഭം സൃഷ്ടിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? നമുക്കൊരു കൺക്ലൂഷനിലൂടെ പോകാം. കുഴപ്പം നിറഞ്ഞതും ഇമോഷണലുമായിട്ടുള്ള ഒരു പ്രഭാതത്തെ ചിട്ടയുള്ളതും പ്രൊഫഷണൽ ആയിട്ടുമുള്ള ഒരു തയ്യാറെടുപ്പാക്കി മാറ്റുന്ന 3 ഭാഗങ്ങളുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണിത്. ഒന്നാമതായിട്ട് ഓഡിറ്റർ ചോദിക്കുന്നു മാർക്കറ്റിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്. ഇത് നിങ്ങളെ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിലനിർത്താൻ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് റിസ്ക് മാനേജർ ചോദിക്കുന്നു ഞാൻ എവിടെയാണ് തെറ്റുന്നത്, എന്റെ നഷ്ടപരിധി എത്രയാണ്. നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റലിനെ സംരക്ഷിക്കുന്നു. മൂന്നാമതായിട്ട് എക്സിക്യൂട്ടർ ചോദിക്കുന്നു വികാരങ്ങളില്ലാതെ എന്റെ പ്രോസസ്സിനോട് ഞാൻ പ്രതിജ്ഞാബദ്ധനാണോ, ഇത് അച്ചടക്കമുള്ള പ്രവർത്തനം കൃത്യമായിട്ട് നടത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നു. ഈ ഗെയിമിൽ വിജയിക്കുന്നത് ഒരു സീക്രട്ട് ഇൻഡിക്കേറ്ററുകളോ അല്ലെങ്കിൽ ഹോളി ഗ്രേറ്റ് സ്ട്രാറ്റജിയോ ഒന്നുമല്ല. എല്ലാ ദിവസവും നമ്മുടെ തലയ്ക്കകത്ത് നടക്കുന്ന ഈ യുദ്ധത്തിൽ വിജയിക്കുന്നതിലൂടെയാണ്. മിക്ക ട്രേഡർമാരും ആയുധമില്ലാതെയാണ് യുദ്ധത്തിന് വരുന്നത്.
പ്രഭാത സംഭാഷണമാണ് നിങ്ങളുടെ ആയുധം. നിങ്ങളുടെ ഇമോഷണൽ മനസ്സിനെ നിശബ്ദമാക്കാനും പ്രൊഫഷണലിന്റെ കണിശമായിട്ടുള്ള അച്ചടക്കത്തോടെ ട്രേഡ് ചെയ്യാനും നിങ്ങളെ അനുവദിക്കുന്ന സിസ്റ്റമാണിത്. തീർച്ചയായിട്ടും ഇത് എളുപ്പമല്ല, പക്ഷെ വിജയിക്കുന്ന കുറച്ചുപേരെ പരാജയപ്പെടുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് വേർതിരിക്കുന്നതാണിത്. നാളെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഒരു മോർണിംഗ് ബെൽ മുഴങ്ങുന്നതിന് മുമ്പ് ഈ 3 ഭാഗങ്ങളുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്വയം നടത്തുക. നിങ്ങളുടെ ഡിസിപ്ലിന് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കൂ. നിങ്ങൾ മാർക്കറ്റിനെ സമീപിക്കുന്ന രീതിയെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ട് മാറ്റിയെടുക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കും. അതിനും പ്രധാനമായിട്ട് താഴെ ഒരു ചെറിയ കമന്റ് കൂടി അറിയിച്ചേക്കാം. അപ്പോൾ ഈ 3 കമ്മ്യൂണിക്കേഷനുകളിൽ നിന്ന് ഓഡിറ്റർ, റിസ്ക് മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടർ ഏതുമായാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് പറയുക. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കമന്റുകളിൽ കാണാം. പുതിയ അറിവുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.